ഹലോ, ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത് കോർ ബാങ്കിങ്ങിൻ്റെ കോമ്പോണൻസ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോർ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു ബാങ്കും അതിൻ്റെ ബ്രാഞ്ചും ചേർന്ന് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാനോ ട്രാൻസാക്ഷൻസ് നടത്താനോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിലേക്ക് പോയാൽ മതി. ഇതിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അതായത് ബാങ്കിലെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കിട്ടും, അപ്പോൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സിങ് ഓഫ് ക്യാഷ് ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ്. അതായത് ഇപ്പോൾ ഒരു ബാങ്കിൽ നടക്കുന്നൊരു ആക്ടിവിറ്റിയാണ് ക്യാഷ് ഡിപ്പോസിറ്റ്, വിഡ്രോവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ആണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സിങ് ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് റെമിറ്റൻസ്, ചെക്സ് എക്സെട്ര. ബാങ്കിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള ചെക്ക്, റെമിറ്റൻസിൻ്റെയൊക്കെ എല്ലാം പ്രോസസ്സിങ്, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ മാനേജ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുക. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ അക്കൗണ്ട് മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുക, അവരുടെ ട്രാൻസാക്ഷൻസൊക്കെ മാനേജ് ചെയ്യുക. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ദ ബാങ്ക്സ് പ്രോഡക്റ്റ് ഇൻക്ലൂഡിങ് സച്ച് തിങ്സ് ആസ് മിനിമം ബാലൻസസ്, ഇൻട്രസ്റ്റ് റേറ്റ്, നമ്പർ ഓഫ് വിഡ്രോവൽസ്. അതായത് ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിനിമം ബാലൻസസ്, ഇൻട്രസ്റ്റ് റേറ്റ്, നമ്പർ ഓഫ് വിഡ്രോവൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെയെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സെവൻത് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡെഫിനിഷൻ. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്ര എമൗണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് നമ്മൾ ഓരോ മാസവും പേ ചെയ്യേണ്ടത്. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെഫിനിഷൻ. എയ്ത്ത് വൺ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. അതായത് ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സർവീസാണ്. ഇപ്പോൾ റെഗുലറായിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ട്രാൻസാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. നയൻത് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഓഫർ ഡെവലപ്ഡ് ഓപ്പറേഷൻ ടു ദ കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോണ് തന്നെയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് ടോട്ടൽ കോസ്റ്റ്. അതായത് ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. തേർഡ് വൺ, ഡിക്രീസ്ഡ് റിസ്ക് ഓഫ് മൾട്ടിപ്പിൾ ഡാറ്റ എൻട്രി ആൻഡ് ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ. മൾട്ടിപ്പിൾ ഡാറ്റ എൻട്രി ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ എററൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക എന്നുള്ളത് അത് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് വളരെ വലുതാണ്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദ പോസിബിൾ ഡിസ്റ്റർബൻസ് ടു ബിസിനസ് ബിക്കോസ് ഓഫ് റീപ്ലേസിങ് ഹോൾ സിസ്റ്റം ഈസ് പ്രിവെൻറ്റഡ്. അതായത് ഇവിടെ കോർ ബാങ്കിങ്ങിൽ എന്ന് പറയുന്നത് ഹോൾ സിസ്റ്റം റീപ്ലേസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ ടെക്നോളജി. അതായത് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടെക്നോളജീനെയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനി ഫെയിലിയർ ഓൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ക്യാൻ ഹോൾട്ട് ദ വർക്കിംഗ് വിത്ത് അൺസർട്ടനിറ്റി അബൌട്ട് റീസ്റ്റോറിങ് നോർമൽസി. ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഹാസ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ബാങ്ക്സ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ. അതായത് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്
ടെക്നോളജിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരുടെ വർക്ക് അവിടെ സ്റ്റോപ്പ് ആകും. അത് അവരുടെ ഇമേജിനെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. അപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരുടെ ഇമേജ് നഷ്ടമാവുകയാണ് ചെയ്യുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇഫ് ടെക്നിക്കൽ പേഴ്സൺസ് ആർ ലീവിങ് ദ ബാങ്ക് ദെൻ ഇറ്റ് മേ പോസ് സീരിയസ് പ്രോബ്ലം. അതായത് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ആ ബാങ്കിലുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ബാങ്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ദ റെക്കറിങ് കോസ്റ്റ് ആർ ഹെവി. അതായത് ബാങ്കിൻ്റെ റെഗുലേറ്ററിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കോർ ബാങ്കിങ്ങിൽ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, കോമ്പണൻസ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.